ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദിൻ്റെ പ്രസിദ്ധവും വളരെ രുചികരവുമായ ഒരു വിഭവം ഹൈദരാബാദി കബാബാണ്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ്ഡ് ജിഞ്ചർ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ കബാബ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 600 ഗ്രാം പോത്തിറച്ചിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഷാമിയ കബാബ് മട്ടനോ ചിക്കനോ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. തീരെ നെയ്യോ എല്ലോ ഇല്ലാതെ വേണം ഈ ഇറച്ചിയെ റെഡിയാക്കാൻ. വളരെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് ഇറച്ചി നല്ലതുപോലെ കഴുകി വാർത്ത് വയ്ക്കുക. ഒരു പ്രഷർ കുക്കറിൽ ഇറച്ചിയും 1/2 കപ്പ് കഴുകിയ കടലപ്പരിപ്പ്, പകുതി വല്ലുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, കൊത്തമല്ലി റഫ്ലി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇനി കുറച്ച് ഗരം മസാല, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇനി ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ചേരുവകളെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടയ്ക്കാം. ഈ ചേരുവകളെല്ലാം ചേർത്തുമ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ടതില്ല. കുക്കർ അടച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 6 വിസിൽ വരുന്നത് വരെ ഇറച്ചിയെ വേവിക്കുകയാണ്. കുക്കറിൻ്റെ പ്രഷർ എല്ലാം സെറ്റിലായതിനു ശേഷം കുക്കർ തുറന്നു നോക്കാം. ഇറച്ചിയും കടലപ്പരിപ്പും നന്നായി വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, അഥവാ കുക്കറിൽ വെള്ളമുണ്ടെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളത്തെ വറ്റിച്ചെടുക്കാം. വെള്ളമൊന്ന് വറ്റിയാൽ മതി, ഒരുപാട് അതിനെ ഫ്രൈ ചെയ്യേണ്ടതില്ല. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റി വയ്ക്കാം, വേഗം തണുക്കാനായി. ഈ തണുത്ത മിശ്രിതത്തെ മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇറച്ചിയും മസാലകളും കടലപ്പരിപ്പും നല്ലോണം നൈസായിട്ട് അരച്ചെടുക്കണം. അഥവാ വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ നൈസായി അരച്ചെടുക്കണം ഈ മിശ്രിതത്തെ. ഇനി കബാബിന് സ്റ്റഫിങ്ങിനായി ഒരു വല്യുള്ളി വളരെ ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മല്ലിയില 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. സ്റ്റഫിംഗ് റെഡിയായി. ഇനി അരച്ചു വെച്ച ഈ മിശ്രിതത്തെ ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ അളവിലെടുത്ത് ഉരുട്ടി റൗണ്ട് ഷേപ്പ് ചെയ്ത് ഇതിനെ ഒരു ബൗളിൻ്റെ ഷേപ്പ് കൊടുത്തതിന് ശേഷം ഉള്ളിയുടെ സ്റ്റഫിംഗ് 1/2 ടീസ്പൂൺ ഇതിലിട്ടതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ക്ലോസ് ചെയ്യണം. ഇതേ രീതിയിൽ ബാക്കിയുള്ള കബാബും ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. കുട്ടികൾക്ക് ഉള്ളിയുടെ സ്റ്റഫിംഗ് ഇഷ്ടമില്ലെങ്കിൽ ഉള്ളി സ്റ്റഫ് ചെയ്യുന്ന പാർട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഷാമിയ ഫ്രൈ ചെയ്തെടുക്കാം. ഈ കബാബിനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്താൽ ഇത് ഒരുപാട് എണ്ണയെ അബ്സോർബ് ചെയ്യും.
സൈഡുകളിൽ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിനെ മറിച്ചിടാം. ഈ കബാബിനെ ഒരുപാട് സ്പൂൺ കൊണ്ട് ഇളക്കുകയോ മറിക്കുകയോ ചെയ്താൽ ഇത് ഒടിഞ്ഞു പോകും. അഥവാ ഈ ഷാമിയ കബാബ് ഫ്രൈ ചെയ്യുമ്പോൾ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ ഒരു കോഴിമുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഈ ഷാമിയ കബാബ് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ രുചികരമായ ഫ്ലേവർഫുള്ളായ ഹൈദരാബാദി ഷാമിയ കബാബ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണിച്ചു തന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 16 മുതൽ 18 ഷാമിയ കബാബ് റെഡിയാക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തെടുത്ത കബാബിനെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടതിന് ശേഷം സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല രുചികരമായ ഫ്ലേവർഫുള്ളായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഹൈദരാബാദി ഷാമിയ കബാബ് റെഡിയായിട്ടുണ്ട്. ചൂടോടെ സെർവ് ചെയ്യുക, എൻജോയ് ചെയ്യുക. If you like this Hyderabadi kebab recipe, please like, share and subscribe to our channel. Thanks for watching.